ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. ഞാൻ എന്റെ ലാസ്റ്റ് പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്ന് തൊട്ട് നഴ്സിംഗിന്റെ ക്ലാസ്സസ് തുടങ്ങുകയാണ്. അതായത് ഞാൻ ഇൻട്രൊഡക്ഷന്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയില്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നമ്മൾ നഴ്സിംഗിന്റെ ക്ലാസ്സസുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ മെയിൻ ക്ലാസ്സസ് തുടങ്ങുന്ന ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങുന്ന ആ ഒരു ടൈമിലായിരിക്കും ഞാൻ എന്തായാലും സെം വൈസ് ക്ലാസ് എടുത്ത് തുടങ്ങുക. അപ്പൊ നമ്മൾ അതിനു മുന്നേ ജസ്റ്റ് നഴ്സിംഗിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻട്രൊഡക്ഷൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഡെഫിനേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് നഴ്സിംഗിന് ആവശ്യമായിട്ടുള്ള അബ്രിവേഷൻസ്, നമ്മൾ നഴ്സിംഗിൽ ഉപയോഗിക്കുന്ന അബ്രിവേഷൻസ്, പ്രിഫിക്സസ്, സഫിക്സസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ട് പഠിക്കണം, അതായത് ഇപ്പൊ നിങ്ങൾക്ക് സെം വൈസിലായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ പോരെ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അതിന്റെ ആൻസർ തന്നേക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഴ്സിംഗിൽ നിങ്ങളുടെ 4 ഇയർ ത്രൂ ഔട്ട്, നിങ്ങളുടെ 4 ഇയർ BSc നഴ്സിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന അബ്രിവേഷൻസ്, അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുറെ പ്രിഫിക്സസ്, സഫിക്സസുകളെല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വൈവേയുടെ ടൈമിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കാൻ ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ മറക്കാതെ തന്നെ കാണേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സസ് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ അതേപോലെ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് എ നഴ്സ് ആണ്. നമ്മൾ ഡെഫിനേഷൻ വരെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി എല്ലാം ഒരു പാർട്ട് 1 അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ടേക്കാം. അപ്പൊ ആ നമ്പറിൽ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നാളെ കാണാനാണെങ്കിൽ ജസ്റ്റ് നമ്പർ ഓർഡർ വൈസിൽ നിങ്ങൾ വീഡിയോ കാണേണ്ടതാണ്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾസ് ഓഫ് എ നഴ്സ് ആണ്. അപ്പൊ ഞാനിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഒരു നഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഒരു നഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത് ഒരു കെയർ കൊടുക്കുന്ന ആൾ, അങ്ങനെ ആ ഒരു ഇതാണ് നമ്മുടെ മൈൻഡിലേക്ക് എപ്പോഴും എല്ലാവരുടെ മൈൻഡിലേക്ക് കയറി വരാം. പക്ഷെ അത് മാത്രമല്ല ഒരു നഴ്സ്, അതും കൂടി ഉണ്ട്. അത് മാത്രമല്ല ഒരു നഴ്സ് എന്ന രീതിയിൽ വേറെ ഒത്തിരിയേറെ ഒരു റോളുകൾ ഉണ്ട് ഒരു നഴ്സിന്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കെയർ ഗീവർ ആണ്. കെയർ ഗീവർ അതായത് നമ്മള് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു നഴ്സിന് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെയർ കൊടുക്കുന്ന ഒരാളാണ്. അതായത് നമ്മൾ നല്ലൊരു ക്വാളിറ്റി കെയർ വേണം നമ്മളൊരു പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ. അതായത് നമുക്ക് നഴ്സിംഗിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ചില ടൈമിൽ ഇപ്പൊ നമ്മൾ ഡ്യൂട്ടി ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒരു കുറവുണ്ടെങ്കിൽ, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി മെഡിക്കൽ എറേഴ്സ്, അതായത് ഒത്തിരി തെറ്റുകൾ പറ്റാൻ ചാൻസസുകൾ ഉണ്ട്. സോ ഒരു കമ്മ്യൂണിക്കേറ്റർ അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു കമ്മ്യൂണിക്കേറ്റർ ഇരിക്കണം എന്നാണ് ഒരു നഴ്സിന്റെ അടുത്ത ഒരു റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ. അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പേഷ്യന്റിനോടാണെങ്കിലും പേഷ്യന്റ് റിലേറ്റീവ്സിനോടാണെങ്കിലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോടാണെങ്കിലും ആരോടാണ് നമുക്ക് അറിയുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് ടീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഡ്വക്കേറ്റർ. അഡ്വക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു നഴ്സ് എന്ന രീതിയിൽ നമ്മൾ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്നിട്ടും അതേപോലെ തന്നെ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്നിട്ടും നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നിട്ടും നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യണം. അതായത് നമ്മൾ എന്താ പറയാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കാന്നൊക്കെ പറയില്ലേ, അതാണ് അഡ്വക്കേറ്റർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർ. അതായത് ഏതൊരു നഴ്സിനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. നെക്സ്റ്റ് വൺ മാനേജർ. അതായത്
എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ, അതേപോലെ തന്നെ ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ലെവൽ, മാനേജ്മെന്റ് ലെവലിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നഴ്സ് എന്ന് പറയുമ്പോൾ. അടുത്തത് റിസർച്ചർ. റിസർച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഒത്തിരി ഓരോരോ പർട്ടിക്കുലർ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നമ്മൾ റിസർച്ച് ചെയ്യും, അതായത് ഒത്തിരി സ്റ്റഡി ചെയ്യും നമ്മൾ അതിനെ കുറിച്ചിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്യും. എന്തിനാണ് ഹാൻഡ് വാഷിംഗ്, ഏതൊക്കെ മൊമെന്റ്സ് ഓഫ് ഹാൻഡ് വാഷിംഗ്, എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഒരു ഹാൻഡ് വാഷിംഗിലുള്ളത്. അപ്പൊ അതിനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഒരു സ്റ്റഡി ചെയ്യും. അതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം ഒരു നഴ്സ് ഏത് കാര്യങ്ങൾ നമ്മളെ പേഷ്യന്റിന് കെയർ കൊടുക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇൻവെന്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ റിസർച്ച് എടുക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് വേണം നമ്മൾ ഒരു എവിഡൻസ്ഡ് ബേസ്ഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഒരു എവിഡൻസോടെ നമ്മൾ കെയർ കൊടുക്കുക. അതിനെയാണ് നമ്മൾ റിസർച്ചർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ കൗൺസിലർ. അതായത് പേഷ്യന്റ് റിലേറ്റീവ്സിനും നമ്മളൊരു കൗൺസിലർ ആയിട്ടും ആക്ട് ചെയ്യണം. സോ ദീസ് ആർ ദ റോൾസ് ഓഫ് എ നഴ്സ്. ഫസ്റ്റ് വൺ കെയർ ഗീവർ, ദെൻ കമ്മ്യൂണിക്കേറ്റർ, ടീച്ചർ, അഡ്വക്കേറ്റർ, ലീഡർ, മാനേജർ, റിസർച്ചർ ആൻഡ് കൗൺസിലർ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് നഴ്സിംഗിൽ ഉപയോഗിക്കുന്ന അബ്രിവേഷൻസ് ആണ്. അബ്രിവേഷൻസ് പറയുമ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫോംസ് ആണ്. അതായത് നഴ്സിംഗിൽ നമ്മൾ ഒത്തിരി ഷോർട്ട് ഫോംസുകൾ യൂസ് ചെയ്യും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഷോർട്ട് ഫോംസുകളെല്ലാം പഠിച്ചു വെക്കുന്നത്. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുറച്ച് അബ്രിവേഷൻസുകളാണ്. ഞാൻ കുറച്ച് അബ്രിവേഷൻസ്, അതായത് വളരെ കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. നമ്മള് ഇനിയും ഒത്തിരി അബ്രിവേഷൻസ് ഉണ്ട് നഴ്സിംഗിൽ. അപ്പൊ നമ്മളതെല്ലാം പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കും പേന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചില കോളേജുകളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ പഠിപ്പിക്കും, ചില കോളേജുകളിൽ പഠിപ്പിക്കില്ല, നേരെ സെമിസ്റ്റർ സബ്ജക്റ്റുകളിലേക്കായിരിക്കും പോകുന്നത്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ നഴ്സിംഗിൽ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രിവേഷൻസ്. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അബ്രിവേഷനിൽ ഒന്നാണ് ICU. നമ്മളെല്ലാം യൂസ്ഡ് ആണ് ഈ ഒരു വേർഡായിട്ട്. ICU എന്ന് പറയുമ്പം നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളിലും കാണുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ICU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് നമ്മളിപ്പം ICUവിൽ കിടക്കുന്ന പേഷ്യൻസ് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ICU. അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അവരുടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ അഡ്മിറ്റഡ് ആവുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU എന്ന് പറയുന്നത്. അടുത്തൊരു വേർഡാണ് BP. അതറിയാം, ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നത് BP കൂടുതലാണ് അല്ലെങ്കിൽ BP കുറവാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ BPയുടെ ഫുൾ ഫോം ആണ് ബ്ലഡ് പ്രഷർ. ഓക്കെ, BP മീൻസ് ബ്ലഡ് പ്രഷർ. അടുത്തത് O2 മീൻസ് ഓക്സിജൻ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ആദ്യത്തെ മൂന്നെണ്ണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്തത് RX. ഈ RX നമ്മൾ എവിടെ കണ്ടാലും, ഇത് മെയിൻലി നമ്മൾ ക്ലിനിക്കൽ ഡ്യൂട്ടീസിലൊക്കെ പോകുമ്പോഴായിരിക്കും ഈ RX ഇങ്ങടേക്ക് താഴേക്കുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ക്ലിനിക്കൽ ഡ്യൂട്ടീസിലൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുക. ഇതൊരിക്കലും നിങ്ങൾ ഈ ഷോർട്ട് ഫോംസുകൾ ഒരിക്കലും നിങ്ങൾ എക്സാമിന് എഴുതരുത്. പക്ഷേ നിങ്ങൾക്ക് ഈ കേസ് ഫയലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ അബ്രിവേഷൻസ്, അതായത് ഷോർട്ട് ഫോംസുകൾ കാണാൻ പറ്റും. അപ്പൊ ഈ RX എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് ഇപ്പം പേഷ്യന്റ് ഇസ് ഓൺ ട്രീറ്റ്മെന്റ് അങ്ങനെ പറയും. അപ്പോ അതിന് ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ട്രീറ്റ്മെന്റ് എന്ന വാക്കിന് ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് RX. ഓക്കെ, ഇനി അടുത്തത് DX മീൻസ് ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേഷ്യന്റിന്റെ അസുഖം നമ്മളത് എന്തെങ്കിലും ഒരു ലാബ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ DX അഥവാ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അടുത്തത് HX സ്റ്റാൻഡ്സ് ഫോർ ഹിസ്റ്ററി. ഹിസ്റ്ററി മീൻസ് ഒരു പേഷ്യന്റിന്റെ നമ്മൾ ഫുൾ ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യണം. അതായത് പേഷ്യന്റിന്റെ ഫാമിലി ഹിസ്റ്ററി, പാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ, അതായത് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, പ്രസന്റ് ആയിട്ട് ഇപ്പൊ എന്തൊക്കെ അസുഖങ്ങളാണ് ആ ഒരു ഹിസ്റ്ററി, അതല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ആയിട്ട് പേഷ്യന്റ് എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നതാണ് ഹിസ്റ്ററി. HX സ്റ്റാൻഡ്സ് ഫോർ ഹിസ്റ്ററി. ലാസ്റ്റ് വൺ SX, ദാറ്റ് മീൻസ് സർജറി. സർജറി മീൻസ് എല്ലാവർക്കും അറിയായിരിക്കും, സർജറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷന് നമ്മളതൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സർജറീസ്. സോ SX സ്റ്റാൻഡ്സ് ഫോർ സർജറി. സോ ദീസ് ആർ ദ
few common abbreviations which we will use during in nursing life. Okay, first one is ICU, that is intensive care unit. Next one is BP, that is blood pressure. Then O2, oxygen. RX, treatment. Then DX, diagnosis. HX, history. And the last one is XS, that is surgery. ഇനി നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് അബ്രിവേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത സെറ്റ് ഓഫ് അബ്രിവേഷൻസ് നമ്മൾ പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ വി എന്ന് പറയുമ്പോഴത്തേക്കും ഇതും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഫെമിലിയർ ആയിരിക്കും ഈ IV എന്നുള്ള വാക്ക്. അതായത് ഇൻട്രാവീനസ്, ഇതാണ് IV എന്ന വാക്കിന്റെ ഫുൾ ഫോം. ഇൻട്രാവീനസ് മീൻസ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വൊമിറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഡയേറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അസുഖങ്ങളായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇട്ട് തരുന്നത് നമ്മുടെ കൈയുടെ ഇവിടെ ഒരു കാൻല. ഓക്കെ, അതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്മൾ വെയിനില്, ഓക്കെ, മെയിൻലി വെയിനില് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാവീനസ് IV എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലെ വെയിനില് നമ്മൾ മെഡിക്കേഷൻസിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ IV ഓർ ഇൻട്രാവീനസ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് അടുത്ത വാക്കാണ് IM. IM സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രാമസ്കുലർ. അതായത് നമ്മുടെ മസിൽസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനെയാണ്, മരുന്നുകൾ നമ്മൾ മസിൽ ലെയറിലേക്ക് കൊടുക്കുന്നതിനെയാണ് IM, ഇൻട്രാമസ്കുലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ID സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രാഡെർമൽ. ഡെർമൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിന്റെ കുറെ ലെയറുകൾ ഉണ്ട്. അതിനകത്ത് എപ്പിഡെർമിസ്, അതിനുശേഷം വരുന്ന ലെയർ ആണ് ഡെർമിസ് എന്ന് പറയുന്നത്. ആ ഡെർമിസ് ലെയറിലേക്ക് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിനെയാണ് ഇൻട്രാഡെർമൽ എന്ന് പറയുന്നത്, അഥവാ ID എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അടുത്തത് VS സ്റ്റാൻഡ്സ് ഫോർ വൈറ്റൽ സൈൻസ്. വൈറ്റൽ സൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് വാല്യൂസുകൾ, നമ്മുടെ ബോഡിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യൂസുകളിലെയാണ് നമ്മൾ വൈറ്റൽ സൈൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ നഴ്സുമാർ അവിടെ ചെല്ലുമ്പോൾ, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ നഴ്സുമാർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, തെർമോമീറ്റർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, നമ്മുടെ പൾസ് ചെക്ക് ചെയ്യും, റെസ്പിറേഷൻ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഒരു ചെറിയൊരു മോണിറ്റർ പോലൊരു സാധനം നമ്മുടെ കയ്യിൽ വെക്കും. അതിനെയാണ് നമ്മൾ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ, നമ്മുടെ ബോഡിയുടെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണ്, നമ്മുടെ ബോഡിയിൽ എത്ര ഓക്സിജൻ കണ്ടന്റ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വൈറ്റൽ സയൻസിൽ വരുന്നത്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, SpO2, ഇതൊക്കെയാണ് നമ്മുടെ വൈറ്റൽ സയൻസ്. അടുത്തത് CBC സ്റ്റാൻഡ്സ് ഫോർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. ദാറ്റ് മീൻസ് അതായത് ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലും, നമ്മുടെ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലും, അപ്പൊ തന്നെ ഡോക്ടർ നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ടൈമിൽ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഒരു ലാബ് റിപ്പോർട്ട് തരും. ആ ലാബ് റിപ്പോർട്ടിൽ ചിലപ്പം നിങ്ങൾ ഒത്തിരി പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ലാബ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അതായത് നമ്മുടെ കുറച്ച് വാല്യൂസുകൾ, അതായത് RBC, റെഡ് ബ്ലഡ് സെൽസ്, WBC, പ്ലേറ്റ്ലെറ്റ്, ബേസോഫിൽ, ഈസിനോഫിൽ, അപ്പൊ അങ്ങനത്തെയൊക്കെ പറഞ്ഞ് കുറെ സെല്ലുകളുടെ നോർമൽ കൗണ്ടും അതേപോലെ നമ്മുടെ ബോഡിയിൽ എത്ര അതിന്റെ കൗണ്ട് ഉണ്ട് എന്നതൊക്കെ നമ്മൾ അതിനകത്ത് ആ ഒരു ലാബ് റിപ്പോർട്ടിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത രണ്ടെണ്ണമാണ് S and C. S stands for without and C stands for with. That means ഇത് രണ്ടും നമ്മള് ഈ S നമ്മൾ അധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യില്ല, ബട്ട് C നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. അതായത് S എന്ന് പറയുമ്പോൾ വിത്തൗട്ട്, എന്തെങ്കിലും നമ്മളൊരു ഇപ്പം മെഡിക്കേഷൻസ് കൊടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഈ എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ വിത്തൗട്ട് S എന്ന് പറയാ. C സ്റ്റാൻഡ്സ് ഫോർ വിത്ത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ, വളരെ എളുപ്പമായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ കോഫി വിത്ത് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കോഫി എഴുതിയിട്ട് C ഇടും. C നമുക്ക് വെറുതെ C ഇട്ടാലും അതേപോലെ തന്നെ സിയുടെ മുകളിൽ ഒരു ചെറിയൊരു വര പോലെ ഇട്ടാലും അത് നമ്മൾ വിത്ത് എന്ന് തന്നെയാണ് വായിക്കുക. സോ കോഫി വിത്ത് ഷുഗർ അങ്ങനെ. സോ ഇതാണ് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് അബ്രിവേഷൻസ്. അപ്പോ നമ്മള് ഇപ്പൊ പറഞ്ഞ അബ്രിവേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IV, ദാറ്റ് ഇസ് ഇൻട്രാവീനസ്, IM ഇൻട്രാമസ്കുലർ, ID ഇൻട്രാഡെർമൽ, VS വൈറ്റൽ സൈൻസ്, CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, S വിതൗട്ട്, C സ്റ്റാൻഡ്സ് ഫോർ വിത്ത്. സോ ഇതാണ് നമ്മുടെ ഒരു സ്മോൾ സെറ്റ് ഓഫ് അബ്രിവേഷൻസ് വിച്ച് വി ക്യാൻ യൂസ് ഇൻ നഴ്സിംഗ് പീരീഡ്. ഓക്കെ,
ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കുറച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ 2 സെറ്റ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനിയും ഒത്തിരി സെറ്റുകൾ നമുക്ക് അബ്രിവേഷൻസ് പഠിക്കാനുണ്ട്, ഒത്തിരി പ്രിഫിക്സസ് പഠിക്കാനുണ്ട്, സഫിക്സസ് പഠിക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി നമുക്ക് കുറച്ച് കോമൺ മെഡിക്കൽ ടേംസുകൾ പഠിക്കാനുണ്ട്. അതെല്ലാം ഞാൻ ഇനി ഓരോ വീഡിയോസിലായിട്ട് ഇടാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, വൈറ്റൽ സയൻസ്, ഇൻട്രാഡെർമൽ, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ്, ഇതെല്ലാം നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെമസ്റ്റർ ക്ലാസ്സുകളെല്ലാം സെമസ്റ്റർ വൈസ് ക്ലാസ്സെല്ലാം തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം വളരെ ഡീപ്പായിട്ട് പറയാഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും ഇതെല്ലാം പഠിക്കാനുണ്ട് നഴ്സിംഗ് ഫൗണ്ടേഷനിൽ. സോ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് ഇതിനെല്ലാം കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാൻ ഇന്ന് പഠിപ്പിച്ചതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാതിരുന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടെ അടുത്ത വീഡിയോ ഇടാനുള്ള എൻകറേജ്മെന്റ്, ഇൻസ്പിറേഷൻ ആവുക. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും, നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾ നഴ്സിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ഫ്രണ്ട്സിന് ആർക്കെങ്കിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്പോ ഇത്രയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ മറക്കാതെ കാണാൻ ശ്രമിക്കുക. ഇതെല്ലാം നിങ്ങളിപ്പോ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് ഈ 4 ഇയർ ബി എസ് നഴ്സിംഗിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ സോള സൈനിങ് ഓഫ്.